ആര്യാവർത്തമെന്ന ഈ പുണ്യഭൂമി 16 ജനപദങ്ങളും മറ്റനേകം രാജ്യങ്ങളുമായി വിഭജിക്കപ്പെട്ടിരുന്നു. ഇവിടെയുള്ള പ്രജകൾക്കൊന്നും യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ അവരെല്ലാം ഒരു രാജ്യത്തിലെ പ്രജകളായിരുന്നുവെന്നും അവരറിഞ്ഞില്ല. എന്നാൽ ഇനി മുതൽ സമഗ്ര ആര്യവർത്തത്തിലും ഒരേ ഒരു ഭരണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മഹാമന്ത്രി. ഒരേപോലെയുള്ള വ്യവസ്ഥകൾ ഉണ്ടാകും. ഒരേ ഒരു രാജാവ് മാത്രമാണ് ഉണ്ടാവുക. ഈ രാഷ്ട്രത്തിന് ഒരേ ഒരു നാമധേയവുമായിരിക്കും. സമാനമായ സിദ്ധാന്തങ്ങളുമായിരിക്കും. ഒരേ ഒരു ഭരണ സംവിധാനവുമായിരിക്കും. ഈ ഭൂമിയിൽ ഒരേ ഒരു ധ്വജമേ പാറിപ്പറക്കുകയുള്ളൂ. ഏവർക്കും തുല്യമായ നീതിന്യായ വ്യവസ്ഥയുണ്ടാകും. ആര്യവർത്തത്തിലെ ഈ ഭൂമി ഭരതന്റെ നാമധേയത്തിൽ ഭാരതഭൂമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ പ്രഥമമായി ഇത് ഭാരത രാഷ്ട്രമെന്നറിയപ്പെടുന്നതായിരിക്കും.